ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശേഷിയിൽ ഒരു പ്രധാന ചുവടുവയ്പും ആത്മനിർഭർ ഭാരത് ദൌത്യത്തിന് ഗണ്യമായ ഉത്തേജനവും നൽകുന്ന 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ സ്വന്തമായി വികസിപ്പിക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ഇന്ത്യ നൂതന യുദ്ധവിമാനങ്ങളുടെ രൂപകൽപ്പനയിൽ മാത്രമല്ല ആഭ്യന്തരമായി എഞ്ചിനുകൾ നിർമ്മിക്കുന്നതിനുള്ള പ്രധാന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഒരു പരിപാടിയിൽ സംസാരിച്ച രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഫ്രഞ്ച് കമ്പനിയായ സഫ്രാനുമായി ചേർന്ന് ഇന്ത്യയിൽ എഞ്ചിൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണെന്നും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിന് നൽകിയ സമീപകാല ഓർഡറുകൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യയുടെ വ്യോമശക്തി വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞു. ഏകദേശം 66,000 കോടി ചിലവിൽ 97 തേജസ് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നതിനായി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങൾ HALൽ നിന്ന് ഒരു പുതിയ ഓർഡർ നൽകി. ഇതിനു മുൻപ് 48,000 കോടി ചിലവിൽ 83 വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള ഓർഡർ HALന് നൽകിയിരുന്നു. രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയതാണ്. ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ശേഷിയുടെ ഒരു മികച്ച ഉദാഹരണമായി ഞങ്ങളുടെ തേജസ് വിമാനം മാറാൻ പോകുന്നു. ഈ ശ്രമത്തിൽ ഞങ്ങൾ വെല്ലുവിളികൾ നേരിടുന്നില്ല എന്നല്ല, മറിച്ച് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുമെന്നും ഇന്ത്യയിൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനുള്ള പൂർണ്ണ ശേഷി സ്ഥാപിക്കുമെന്നും ഞങ്ങൾ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട്. ശക്തമായ സുരക്ഷാ സംവിധാനത്തിന്റെ ആവശ്യകത അടിവരയിട്ടുകൊണ്ട് പ്രതിരോധത്തിലെ നിക്ഷേപത്തെ ഒരു ഭാരമായി കാണുന്നതിനു പകരം വികസന ചിലവിന്റെ ഒരു രൂപമായി കാണണമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. നമ്മുടെ അഭിവൃദ്ധിക്ക് ഭീഷണിയാകാൻ ഒരു ശത്രുവും ധൈര്യപ്പെടുന്നില്ലെന്ന് ശക്തമായ പ്രതിരോധ സംവിധാനം ഉറപ്പാക്കുന്നു. അതിനാൽ പ്രതിരോധ ചിലവ് വികസന ചിലവിന്റെ അവിഭാജ്യ ഘടകമാണെന്നും ഞാൻ ഉറപ്പിച്ചു പറയുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ വളർന്നുവരുന്ന പ്രതിരോധ ആവാസ വ്യവസ്ഥയിൽ കൂടുതൽ പങ്കാളിത്തം സ്വീകരിക്കാൻ ആഗോള നിക്ഷേപകരെ ക്ഷണിച്ചുകൊണ്ട് പ്രതിരോധ മന്ത്രി ഇന്ത്യയുടെ ഊർജ്ജസ്വലമായ പ്രതിരോധ നിർമ്മാണ ആവാസ വ്യവസ്ഥയിൽ നിക്ഷേപിക്കാൻ വിദേശ കമ്പനികളെയും നിക്ഷേപകരെയും ഞാൻ ക്ഷണിക്കുന്നു. ആവശ്യമായ എല്ലാ അനുമതികളും പിന്തുണയും ഞങ്ങൾ നൽകും. ഞങ്ങളുടെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ഇന്ത്യയിൽ മാത്രമല്ല പരിമിതപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ മേക്ക് ഇൻ ഇന്ത്യ ചെയ്യുമ്പോൾ നിങ്ങൾ ലോകത്തിനായി സൃഷ്ടിക്കുകയാണ്. ഇന്ത്യയുടെ ദർശനം വികസനത്തിനും സമാധാനത്തിനും മുൻഗണന നൽകുന്നു. ഒറ്റപ്പെട്ട വളർച്ചയേക്കാൾ കൂട്ടായ പുരോഗതിയെ വിലമതിക്കുന്നുവെന്നും അദ്ദേഹം വിശദീകരിച്ചു. ദുർബലമായ സുരക്ഷാ സംവിധാനങ്ങൾ ദേശീയ വളർച്ചയെ തടസ്സപ്പെടുത്തുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു രാജ്യത്തിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യപ്പെടുമ്പോൾ അതിന്റെ വികസനം സ്തംഭിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ തകരാറിലാവുകയും പൗരന്മാരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുകയും ചെയ്യുന്നു. അത്തരം നഷ്ടങ്ങൾ തടയാൻ പ്രതിരോധ ചിലവ് സഹായിക്കുന്നുവെന്നും രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ആഡംബര കാറിനോടും പാകിസ്ഥാന്റെ ഒരു ഡം ട്രക്കിനോടും താരതമ്യം ചെയ്ത പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസിം മുനീറിന്റെ സമീപകാല പരാമർശങ്ങൾക്ക് ശക്തമായ മറുപടിയായി പാകിസ്ഥാന്റെ പരാജയങ്ങൾ സമ്മതിക്കുന്നതിൽ കുറഞ്ഞതല്ല ആ പരാമർശമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസിം മുനീറിന്റെ സമീപകാല പ്രസ്താവനയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ഒരു ഫെറാറി പോലെ ഹൈവേയിൽ വേഗത്തിലോടുന്ന തിളങ്ങുന്ന മെഴ്സിഡീസ് ആണ്. പക്ഷേ നമ്മൾ ചരൽ നിറഞ്ഞ ഒരു ഡം ട്രക്കാണ്. ട്രക്ക് കാറിൽ ഇടിച്ചാൽ ആരാണ് പരാജയപ്പെടുക? ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ മെഴ്സിഡസ് എന്നും ഹൈവേയിലോടുന്ന ഫെരാരി എന്നും വിശേഷിപ്പിച്ച അദ്ദേഹം പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ അവശിഷ്ടങ്ങൾ നിറഞ്ഞ ഡം ട്രക്ക് എന്ന് വിളിച്ചു. അദ്ദേഹത്തിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം വ്യക്തമാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. അസിം മുനീറിന്റെ അഭിപ്രായങ്ങൾ വെളിപ്പെടുത്തുന്നതും ജാഗ്രത പുലർത്തുന്നതുമാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. ജനറൽ മുനീറിന്റെ ഈ പ്രസ്താവനയ്ക്ക് പാകിസ്ഥാനിലും ആഗോളതലത്തിലും വലിയ ട്രോളുകൾ നേരിടേണ്ടി വന്നു. രണ്ട് രാജ്യങ്ങൾ ഒരേ സമയം സ്വാതന്ത്ര്യം നേടുകയും കഠിനാധ്വാനത്തിലൂടെയും മികച്ച നയങ്ങളിലൂടെയും ദീർഘവീക്ഷണത്തിലൂടെയും ഒരു ഫെരാരി പോലുള്ള സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയും മറ്റൊന്ന് മണ്ടൻ അവസ്ഥയിൽ തുടരുകയും ചെയ്താൽ അത് അവരുടെ സ്വന്തം പരാജയത്തെ പ്രതിഫലിക്കുമെന്ന് പലരും ചൂണ്ടിക്കാട്ടി. ഈ പ്രസ്താവനയെ ഞാൻ വെറും ട്രോൾ മെറ്റീരിയൽ ആയിട്ടല്ല, മറിച്ചൊരു കുറ്റസമ്മതമായിട്ടാണ് കാണുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.